ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഭൂമിയിൽ തിന്മകൾ മാത്രം പെരുകുന്ന സമയത്താണ് ഭഗവാന്റെ അവതാരം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അങ്ങനെ അധർമ്മം പെരുകി ധർമ്മം ചുരുങ്ങി വരുമ്പോൾ ആ സർവേശ്വരൻ തൻ്റെ എല്ലാ പ്രഭാവത്തോടും കൂടി മർത്യദേഹം ധരിച്ച് ഭൂമിയിൽ അവതരിക്കുന്നു. അതിനാണ് അവതാരം എന്ന് പറയുന്നത്. ആ അവതാരം സമഷ്ടിഭാവത്തിൽ ഈ ലോകത്തിൽ അവതരിക്കുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും അന്തരംഗത്തിൽ അത് അവതരിക്കണം. അതിന് നാം എന്തു ചെയ്യണം? സ്നേഹത്തിൻ സാന്ത്വനാദീപമായി മർത്യ ചേതസ്സുണരുന്നതെപ്പോൾ. അപ്പോൾ പ്രപഞ്ചവും സ്നേഹോത്സവത്തിൻ്റെ നിത്യവസന്താഭ ചൂടും. സ്നേഹത്തിൽ സാന്ത്വനാദീപമായി, സ്നേഹത്തിൻ്റെ സാന്ത്വനദീപമായിട്ട് മർത്യ ചേതസ്സുണരണം. മനുഷ്യൻ്റെ മനസ്സ് ഉണരണം. മനസ്സിൽ നിന്ന് സ്നേഹം മാത്രം വഴിഞ്ഞ് ഒഴുകാൻ തുടങ്ങണം. അതാണ് സ്നേഹത്തിൻ സാന്ത്വനാദീപമായി, സ്നേഹത്തിൻ്റെ സാന്ത്വന ദീപമായിട്ട് മനുഷ്യൻ്റെ മനസ്സ് ഉണരണം. മനസ്സിൽ നിന്നും സ്നേഹം മാത്രം ഒഴുകാൻ തുടങ്ങുന്നത് എപ്പോഴാണോ അപ്പോൾ പ്രപഞ്ചവും സ്നേഹോത്സവത്തിൻ്റെ നിത്യവസന്താഭ ചൂടും. എപ്പോഴാണോ ആ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ നിന്നും സ്നേഹം വഴിഞ്ഞൊഴുകാൻ തുടങ്ങുന്നത്, അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിത്യവസന്തം പൂവിട്ട് മനുഷ്യരെല്ലാം സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതാണ്. ഇപ്രകാരം നമ്മുടെ ജീവിതത്തെ നാം ധന്യമാക്കി തീർക്കേണ്ടതാണ്. അതിനാൽ സ്നേഹത്തിൽ സാന്ത്വനാദീപമായി മർത്യചേതസ്സുണരുന്നതെപ്പോൾ. അപ്പോൾ പ്രപഞ്ചവും സ്നേഹോത്സവത്തിൻ്റെ നിത്യവസന്താഭ ചൂടും. ഇത് ലളിതമാണ്. നമ്മളിത് വായിച്ച് മനനം ചെയ്താൽ തന്നെ മതി. ഇത്തരം സുഭാഷിത രത്നങ്ങളെ നാം നിരന്തരം മനനം ചെയ്ത് അതിനനുസരിച്ച് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തേണ്ടതാണ്. ഓരോ നിമിഷവും ആത്മവിചിന്തനത്തിലൂടെ നാം ജീവിച്ചു പോകുമ്പോൾ പരമമായ നിർവൃതി നമ്മുടെ എല്ലാവരുടെയും സ്വഭാവമായിത്തീരും. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും സ്നേഹം മാത്രമേ വഴിഞ്ഞൊഴുകുകയുള്ളൂ. സ്നേഹം വഴിഞ്ഞൊഴുകാൻ തുടങ്ങിയാൽ അവിടെ വെറുപ്പിനോ വിദ്വേഷത്തിനോ പകയ്ക്കോ ക്രോധത്തിനോ ഒന്നും അവിടെ സ്ഥാനം ഇല്ലാതെയാവും. ഈ സ്നേഹമാണ് ഈശ്വരൻ എന്ന് പറയപ്പെടുന്നത്. അതാണ്. അതിനാൽ നമ്മുടെ മനസ്സിൽ ആ പരമശക്തിയെ നാം നിലനിർത്താൻ സ്നേഹം വഴിഞ്ഞൊഴുകാൻ ഇടവരുത്തട്ടെ. എവിടെ വിദ്വേഷം തോന്നുന്നുവോ അവിടെ ഉടനെ നാം അതിനെ ആട്ടിയോടിക്കേണ്ടതാണ്. സ്നേഹത്തിൻ സാന്ത്വനാദീപമായി മർത്യ ചേതസ്സുണരുന്നതെപ്പോൾ. അപ്പോൾ പ്രപഞ്ചവും സ്നേഹോത്സവത്തിൻ്റെ നിത്യാവസന്താഭ ചൂടും.